ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ARP വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്നൊരു മിനി വ്ളോഗാണ് കേട്ടോ. ഇത് രാവിലെ 5 മണിക്കുള്ള എൻ്റെ കലാപരിപാടികളാണ് കേട്ടോ. ഇന്ന് വന്നിട്ട് സാറ്റർഡേ ആണ്. സാധാരണ സാറ്റർഡേകളിൽ എനിക്ക് ഓഫീസ് ഉള്ളതാണ്. ഈ സാറ്റർഡേ ഞാൻ ലീവാണ് കേട്ടോ. ലീവ് എടുക്കാൻ 2 റീസണാണ്. ഒന്ന് ഹോസ്പിറ്റലിലും പോകണം, പിന്നെ രണ്ടാമത്തെ റീസൺ എന്തായിരുന്നു ഞാൻ വഴിയെ പറയാം കേട്ടോ. അപ്പോൾ തലേ ദിവസം മീനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ മരിച്ചിന് രാവിലെ വെച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ കാപ്പിക്ക് പുട്ടാണ് കേട്ടോ. പുട്ടും ഉരുളക്കിഴങ്ങ് കറിയും. അനീഷയുടെ ചോറിനേക്കാളും ഒത്തിരി ഇഷ്ടമാണ് മരിച്ചിനി മീൻ. അപ്പം മിക്ക സാറ്റർഡേയും നമ്മൾ മരിച്ചിനി മീൻ വെക്കാറുണ്ട് കേട്ടോ. ഉരുളക്കിഴങ്ങ് കറി റെഡി ആയിട്ടുണ്ട്. പിന്നെ ഉള്ളതൊന്ന് അടുക്കള ക്ലീൻ ചെയ്ത് ഞാനെടുത്ത പാത്രമൊക്കെ കൈയുടഞ്ഞ് കഴുകി വയ്ക്കും. എനിക്ക് പാത്രമൊക്കെ വലിച്ചു വാരിയിട്ടിട്ട് പിന്നെ കഴുകുക എന്നൊരു സ്വഭാവം ഇല്ല കേട്ടോ. എനിക്ക് എത്ര വയ്യെങ്കിലും ഞാൻ എന്ത് ജോലി ചെയ്താലും അപ്പം തന്നെ പാത്രം കഴുകി വയ്ക്കും. അതുപോലെ തന്നെ എന്തെങ്കിലും ജോലി പിന്നെ ചെയ്യാമെന്ന് പറഞ്ഞ് ഞാൻ മാറ്റി വയ്ക്കാറില്ല. എത്രയും പെട്ടെന്ന് ആ ജോലി ചെയ്ത് തീർത്തിട്ട് ഞാൻ എനിക്ക് വേണ്ടി ഒരു 5 മിനിറ്റെങ്കിലും കണ്ടെത്താറുണ്ട് കേട്ടോ. ഞാനെല്ലാം ഒതുക്കിയതിന് ശേഷം ഒന്ന് പുറത്തോട്ട് ഇറങ്ങി. അപ്പം നേരം വെളുത്ത് വരുന്നതേ ഉള്ളായിരുന്നു. രാവിലെ പുറത്തിറങ്ങുമ്പോൾ നല്ല രസമാണ് കേട്ടോ, ചീവീടിൻ്റെ ഒച്ചയെല്ലാം. പിന്നെ കുറച്ച് നേരം അവിടെ നിന്നതിന് ശേഷം ഞാൻ റൂമിനകത്ത് പോയി ബെഡൊക്കെ ഒന്ന് നേരെ ആക്കിയതിന് ശേഷം ഞാൻ ഒന്ന് കിടക്കും കേട്ടോ. ഉറക്കമൊന്നും വരത്തില്ല, എനിക്ക് മൈഗ്രെയിൻ ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് കണ്ണടച്ച് കിടക്കും കേട്ടോ. 2000 years later. ഇപ്പോൾ ടൈം വന്നിട്ട് ഈവനിങ് 5 PM ആണ് കേട്ടോ. ഞാൻ ഇടയ്ക്കത്തെ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം ഞാൻ നിൽക്കുന്നത് കാര്യവട്ടത്തുള്ള ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലാണ് കേട്ടോ. ഇന്നത്തെ ദിവസം എനിക്ക് വളരെ സ്പെഷ്യൽ ദിവസമായിരുന്നു. അതുപോലെ തന്നെ ഒരു ചെറിയൊരു സങ്കടമുള്ള ദിവസവും കൂടെ ആയിരുന്നു. സന്തോഷമുള്ള ദിവസം എന്താണെന്ന് വെച്ചാൽ ഇന്നെൻ്റെ തിരുവാതിര കളിയുടെ ഫസ്റ്റ് അരങ്ങേറ്റമാണ്. എൻ്റെ മുന്നത്തെ വ്ളോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ തിരുവാതിര കളി പഠിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. ആ ടൈമിൽ എനിക്ക് ജോലി കിട്ടിയിട്ടുണ്ട്, എനിക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. ഞാൻ അവിടെ വെച്ച് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ അമ്മയുടെ തിരുവാതിരക്കളിയുടെ അരങ്ങേറ്റമൊക്കെ ഞാൻ വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു വെക്കാം കേട്ടോ, ഞാൻ ഇവിടെ ഐക്കാട്ടി കൊടുത്തേക്കാം. അപ്പോൾ അമ്മ അത് കണ്ടിന്യൂ ചെയ്തു പോയി, ഞാൻ അവിടെ വെച്ച് ക്വിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് ആക്ച്വലി എൻ്റെ അമ്മ കളിക്കേണ്ട സ്റ്റേജ് പ്രോഗ്രാം ആയിരുന്നു കേട്ടോ ഈ ഒരു തിരുവാതിര കളി. അമ്മയ്ക്ക് പെട്ടെന്ന് സുഖമില്ലാതായിപ്പോയി. ഇത് അമ്മയുടെ 4ാമത്തെ സ്റ്റേജ് പെർഫോമൻസ് കൂടെയാണ്. അപ്പോൾ അമ്മയ്ക്ക് പകരം ഞാൻ പഠിച്ച് കളിച്ചതാണ് കേട്ടോ ഈ ഒരു ഡാൻസ്. എനിക്ക് അന്ന് തിരുവാതിരക്കളിക്ക് പോകുന്ന ടൈമിൽ ഭയങ്കര ആഗ്രഹമായിരുന്നു ഡാൻസ് കളിക്കാൻ. അന്ന് എനിക്കത് ആഗ്രഹം സഫലമായില്ല. പക്ഷേ എനിക്ക് ഇന്ന്, അതായത് മാർച്ച് 8 ഇന്നത്തെ ദിവസമാണ് കേട്ടോ എനിക്ക് ആ ഒരു അവസരം കിട്ടിയത്. മാർച്ച് 7 അമ്മ വിളിച്ചിട്ട് പറഞ്ഞു അമ്മയ്ക്ക് പകരം ആരും വന്നില്ല, 10 പേര് വേണം ഈ ഒരു ഡാൻസിൽ, എന്നാലേ കളിക്കാൻ പറ്റൂ, ലാസ്റ്റ് നിമിഷം എങ്ങനെ മാറ്റും. അതുകൊണ്ട് അമ്മ എന്നെ ഇങ്ങനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അമ്മയ്ക്ക് ഒട്ടും വയ്യായിരുന്നു. അങ്ങനെ മാർച്ച് 7 കുറച്ച് സമയം കൊണ്ടാണ് ഈ ഒരു ഡാൻസ് ഞാൻ പഠിച്ചെടുത്ത് മാർച്ച് 8 വൈകുന്നേരം 5 മണിക്ക് കാര്യവട്ടത്തുള്ള ശ്രീ ശാസ്ത്ര ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു ഞാൻ കളിച്ചിട്ടുണ്ടായിരുന്നത്. ഒരൊറ്റ ദിവസം കൊണ്ട് എങ്ങനെ പഠിച്ചെടുക്കും, അതും ഈ ഒരു ഡാൻസിൽ 2ാമത്തെ പാട്ടും കൂടെ അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യമൊക്കെ ഒരുപാട് ടെൻഷനായിരുന്നു, വേണ്ടെന്നൊക്കെ വിചാരിച്ചു. പിന്നെ ഞാൻ ഈ ഒരു ഡാൻസ് കളിക്കണമെന്ന് വിചാരിച്ചത് എൻ്റെ അമ്മ ഭയങ്കര ആത്മാർത്ഥതയാണ്. ജോലിക്ക് പോയിട്ട് റെസ്റ്റ് ഇല്ലാതെ വീട്ടിൽ വന്നതിന് ശേഷം പ്രാക്ടീസിന് പോകും. ഞാനാണെങ്കിൽ പോലും ഇങ്ങനെ വയ്യാതായ എനിക്ക് വേണ്ടി ഒരു റെസ്റ്റ് എടുക്കാറുണ്ട്. പക്ഷേ അമ്മ ഒരു കാര്യത്തിന് ഏറ്റെടുത്ത് അമ്മ ഭയങ്കര ആത്മാർത്ഥതയാണ്. അപ്പോൾ അമ്മ കാരണം അത് കളിക്കാൻ പറ്റാതെ അവളൊരു ടെൻഷൻ അമ്മയ്ക്കുണ്ടാകും. അപ്പോൾ അമ്മയ്ക്ക് വേണ്ടി കളിക്കണം എന്നൊരാഗ്രഹം എനിക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ പോയിട്ടുണ്ടായിരുന്നു. ഒരു ദിവസം ഫുള്ള് പോലും എനിക്ക് പ്രാക്ടീസ് ചെയ്യാൻ ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് ഏകദേശം ഒരു 4 മണിക്കൂർ മാത്രമേ പ്രാക്ടീസിന് സമയം കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ, അതും ഡാൻസിൻ്റെ തലേ ദിവസം. പക്ഷെ എന്തായാലും മംഗളായിട്ട് ഡാൻസ് കളിച്ചു. അതിനുപരി എൻ്റെ അമ്മയ്ക്ക് ഒത്തിരി സന്തോഷമായിരുന്നു കേട്ടോ. പക്ഷെ എനിക്കൊരു ചെറിയ സങ്കടവും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അമ്മ കളിക്കാനിരുന്ന ഡാൻസ് ആയിരുന്നല്ലോ, അമ്മയ്ക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഈ ഒരു ഡാൻസ് കളിക്കണമെന്ന്. അമ്മയുടെ 4ാമത്തെ സ്റ്റേജ് പെർഫോമൻസ് ആണെങ്കിലും ഈ ഒരു ഡാൻസിൽ അവർ എക്സ്ട്രാ ഒരു പാട്ടും കൂടെ ആഡ് ചെയ്യുന്നു. അമ്മ കളിക്കണം, എൻ്റെ അടുത്ത് ആ ദിവസം കാണാൻ വരണം എന്നൊക്കെ പറഞ്ഞ് പ്ലാൻ ചെയ്തിരുന്നപ്പോഴാണ് അമ്മയ്ക്ക് പെട്ടെന്ന് സുഖമില്ലാതായത്. പക്ഷെ അമ്മ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ, കാരണം അന്ന് എൻ്റെ ആഗ്രഹം നടന്നില്ലല്ലോ. അപ്പം ഇന്ന് നടന്നപ്പോൾ അമ്മ സത്യം പറഞ്ഞാൽ എന്നെക്കാളും വളരെ ഹാപ്പിയായിരുന്നു. അല്ലെങ്കിലും അമ്മമാരങ്ങനെയാണല്ലോ, അവർക്ക് കിട്ടിയില്ലെങ്കിൽ മക്കൾക്ക് കിട്ടിയല്ലോ എന്ന് വിചാരിച്ച് സന്തോഷിക്കുന്ന ടീംസാണ് അമ്മമാരെന്ന് പറയുന്നത്. അച്ഛന്മാരും അങ്ങനെയാണ് കേട്ടോ. അങ്ങനെ നമ്മളുടെ സ്റ്റേജ് പ്രോഗ്രാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അടുത്ത ടീംസിൻ്റെ ആയിരുന്നു കേട്ടോ. അതായത് നമ്മളെല്ലാവരും അത്യാവശ്യം നല്ല രീതിയിൽ ഡാൻസ് കളിച്ചു. അവിടെ ഇരുന്നവർക്കൊക്കെ നല്ല ഇഷ്ടപ്പെടുകയും ചെയ്ത് എല്ലാവരും കൊള്ളാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്കിങ്ങനെ സ്നാക്സൊക്കെ അവർ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ സ്നാക്സൊക്കെ കഴിച്ച് പിന്നെ ഞാൻ നേരെ എൻ്റെ വീട്ടിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. എൻ്റെ വീട്ടിൽ നിന്ന് പിന്നെ അനീഷേട്ടൻ വിളിക്കാൻ വന്നു. പിന്നെ നമ്മൾ പോണ വഴിക്ക് കാട്ടായിക്കോണത്തുള്ള ഫ്രഷിൽ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ സ്ഥിരം സ്പോട്ടാണ് കേട്ടോ. ഇവിടെ നിന്ന് നമ്മളൊരു ലിവർ പെരട്ടും വാങ്ങിച്ച് നേരെ വീട്ടിലോട്ട് പോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് എൻ്റെ ഒരു മിനി വീഡിയോ വന്നിട്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു അരങ്ങേറ്റ വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ ഞാൻ എപ്പോഴും പറയും പോലെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ഈ ഒരു കുട്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും ഷെയറും കമൻറ്റും കൂടെ ചെയ്തൊന്ന് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.